പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്നതുപോലെ നിങ്ങൾ പരിഭ്രാന്തരാകരുത്. മറിച്ച് ക്രിസ്തുവിന്റെ പീഡകളിൽ പങ്കാളികളായി നിങ്ങൾ സന്തോഷിക്കുവിൻ. 1 പത്രോസ് 4:12. നമ്മുടെ സഹനങ്ങള് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിന്റെ സഹന നിമിഷങ്ങള് പിന്നീട് നിനക്ക് ചിന്തിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ പദ്ധതികളായിട്ട് മാറും. നമ്മുടെ സഹനങ്ങളെ ദൈവത്തിന് കാഴ്ചവെക്കാനായിട്ട് പരിശ്രമിക്കാം. ബൈബിളിൽ അനേക സഹനങ്ങൾ അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കറിയാം, യൂഥത്തിന്റെ പുസ്തകത്തിൽ ഒരു ജനം മുഴുവൻ സഹിക്കുമ്പോഴും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിലുണ്ട്. ഇതുപോലെ ബൈബിൾ പരിശോധിക്കുമ്പോൾ സഹനങ്ങളെ ദൈവകൃപയായി. തോബിത്തിന്റെ പുസ്തകത്തില് തോബിത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് ദരിദ്രനായിട്ട് വളരെ നിസ്സഹായതയിലൂടെ കടന്നു പോകുന്ന, ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അസ്വസ്ഥതകളും ഇങ്ങനെ വിടാതെ പിന്തുടരുമ്പോഴും വളരെ പ്രത്യാശയോടുകൂടി മകന് പറഞ്ഞവർക്കൊരു വചനമുണ്ട്: മകനെ, നമ്മൾ ദരിദ്രനായതിൽ നിനക്ക് ആദ്യം വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടാവുകയും നീ പാപത്തിന് ഒഴിഞ്ഞു നിൽക്കുകയും നീ അവിടത്തേക്ക് പ്രീതികരമായത് ചെയ്യുകയും ചെയ്താൽ നിനക്ക് വളരെയധികം സമ്പത്തുണ്ടാകും. ഒരു ജീവിതം മുഴുവൻ മനുഷ്യനെ കളിയാക്കാനായിട്ടുള്ള സഹനങ്ങൾ ജോബിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അവൻ ദൈവഭക്തനായി നിനവയിലേക്ക് നാട് കടത്തപ്പോൾ എല്ലാവരും വിജാതീയ ദൈവങ്ങൾക്ക് മുമ്പിൽ മുട്ടുകുത്തിയപ്പോൾ ജോബ് മുട്ടുകുത്തിയില്ല. എല്ലാവരും മറ്റ് വിജാതിയർക്ക് അർപ്പിച്ച ഭക്ഷണം കഴിച്ചപ്പോൾ ജോബ് കഴിച്ചില്ല. ജോബ് തന്റെ ദശാംശം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചു. ജോബ് വിജനപ്രദേശത്ത് മരിച്ചവരെ അടക്കി. അങ്ങനെ ദൈവഭക്തിയുള്ള വിശ്വാസത്തോടെ ജീവിച്ച നീതിമാനും ഭക്തനുമായവന്റെ ജീവിതത്തിൽ മനുഷ്യർക്ക് കളിയാക്കത്തക്ക വിധം ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും ജോബിന്റെ ഉറച്ച പ്രത്യാശയാണ് തന്റെ സഹനങ്ങൾ ഒരിക്കലും വൃഥാവിലാവുകയില്ല. പിന്നീട് ഈ തോബിത്തിന്റെ മകനായ തോബിയാസിന്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്ക് പിന്നില് തോബിത്തിന്റെ സഹനത്തിന് വളരെയധികം പങ്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പല വിശുദ്ധരുടെയും സഹനമാണ് ഇന്ന് സഭയുടെ ശക്തി എന്ന് ഇന്ന് സഭ വ്യക്തമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. അനേകം രക്തസാക്ഷികളെ സഭയ്ക്ക് എടുത്തു കാണിക്കാനുണ്ട്. അനേകം വിശുദ്ധരുടെ സാക്ഷികൾ സഭയ്ക്കുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ പോളികാർപ്പിനെ കുറിച്ച് പറയുന്നത്, പോളികാർപ്പ് വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന സമയപ്പോഴും ആ പോളികാർപ്പിനെ അദ്ദേഹത്തിന്റെ ശരീരം കത്തിക്കുകയും അദ്ദേഹത്തെ വളരെ നിന്ദ്യമായിട്ട് കാണുകയും ചെയ്തപ്പോൾ ഇത് കണ്ടു നിന്ന ദൈവവിശ്വാസികൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാവ് ഒരിക്കലും മരിക്കുകയില്ല. പിറ്റേ വർഷം അദ്ദേഹത്തിന്റെ അസ്ഥികൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറയാണ്, ഈശോയോട് താതാത്മ്യം ചെയ്ത ഞങ്ങളുടെ വിശുദ്ധൻ ഇന്നും ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിലെ സഹനങ്ങൾ ഇന്നും ജീവനോടെ അവരുടെ അനുഗ്രഹമായിട്ട് മാറുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. സഹനങ്ങൾക്ക് പിന്നിൽ ദൈവിക പദ്ധതിയുണ്ട്. ഒരുപക്ഷെ നിനക്ക് സന്തോഷിക്കാനായിട്ട് ഇന്നും വേദനകളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, മറ്റു വ്യക്തികളെ ശുശ്രൂഷിക്കുന്നതിന്റെ ഫലമായിട്ടുള്ള ഒരു ത്യാഗങ്ങളായിരിക്കാം. നിനക്കൊരു പക്ഷെ സന്തോഷിക്കാനായിട്ട് കഴിയുകയില്ലായിരിക്കും. നീ സഹനങ്ങളെ ഒരു കുടുംബത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി കാഴ്ചവെച്ചു. നീ സഹിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ നിന്റെ മക്കളെ ഓർത്ത് അനുഗ്രഹിക്കാനുള്ള ദൈവിക പദ്ധതി ദൈവം ഒരുക്കുമെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. സഹനങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനായിട്ട് കഴിയണം. പ്രിയപ്പെട്ടവരെ, എല്ലാ സഹനങ്ങൾക്കും പിന്നിലും ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ജീവിക്കുന്ന നാളുകളിൽ കഷ്ടതയിലൂടെ കടന്നുപോകും. ജോബിന്റെ 4 സുഹൃത്തുക്കൾ, 3 പേരും അതിനോടൊപ്പം തന്നെ 4-വനും കൂടെ കൂടി കാണുന്ന ഒരു കാര്യമാണ് അവസാനം ദൈവം ജോബിനെ എത്രമാത്രം അനുഗ്രഹിച്ചുവെന്ന്. ജോബിന്റെ പ്രാർത്ഥനയ്ക്ക് പോലും ശക്തിയുണ്ട്. ജോബിന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജോബിന്റെ ഐശ്വര്യം വർദ്ധിക്കുന്നുണ്ട്. അതിന്റെ പിന്നില് ജോബ് കടന്നുപോയ സുദീർഘമായ ഒരു സഹനമുണ്ട്. ആ സഹനങ്ങളിൽ ജോബ് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. നിനക്കൊരു രോഗം വരുമ്പോൾ, പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 9-ാമത്തെ വചനം, മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക. സഹനം വരുമ്പോൾ വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകൾ എത്രമാത്രം നിസ്സാരമാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഈ പ്രചോദിപ്പിക്കുന്ന അനേകം വചനങ്ങളുണ്ട്. സ്വർണ്ണം അഗ്നിയിലൂടെ എന്നപോലെ ശുദ്ധീകരിക്കപ്പെടുന്നു. മറ്റുള്ളവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ, 1 പത്രോസ് 2:19, മറ്റുള്ളവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ, അന്യായമായി പീഡിപ്പിക്കുമ്പോൾ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറും. നിന്നെ ഒരുപക്ഷെ ഒറ്റപ്പെടുത്താനും നിന്നെ പീഡിപ്പിക്കുവാനും നിന്നെ അവഹേളിക്കുവാനും നിനക്ക് എല്ലാവിധ തിന്മകൾ വരുത്തുവാനും അനേകർ ശ്രമിക്കുന്നുണ്ടായിരിക്കാം.
നിന്റെ കൺമുമ്പിൽ വെച്ച് നിനക്ക് എല്ലാവരും ശത്രുക്കളായിട്ട് തീരുന്ന നിനക്ക് കണ്ടേക്കാം. നിനക്ക് എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളും കടന്നു വിട്ടേക്കാം. നിനക്ക് അലട്ടുന്ന രോഗങ്ങളും കടന്നു പോകുന്ന അസ്വസ്ഥതകളും നീ തന്നെ സംശയിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ട്? ദൈവം ഒരു പക്ഷേ എന്നെ അവഗണിച്ചോ, എന്നെ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞോ, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നീ അത് ദൈവത്തിന് കാഴ്ചവെച്ചോ. ദൈവം നിനക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കായിട്ട് ഒരുക്കും. നീ ഉറച്ചു വിശ്വസിക്കുക. നീ മുറുകെ പിടിച്ചിരിക്കുന്ന ദൈവം നിന്നെ ആ കഷ്ടതയുടെ കൈപ്പേറിയ നിമിഷങ്ങളിൽ കരം പിടിച്ച് നിന്നെ ഉയർത്തിപ്പിടിക്കുമെന്നുള്ളത്. നിന്നെ ഒരു പക്ഷേ ഈ ഭൂമിയിലെ മനുഷ്യർക്ക് താഴ്ത്തി കളയാനായിട്ട് പറ്റിയേക്കാം. നിന്നെ ഈ ഭൂമിയിൽ എല്ലാ വിധത്തിലും അവഹേളിക്കാനായിട്ട് കഴിയാം. നിന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദൈവിക സംവിധാനമുണ്ട്. നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവിക ശക്തിയുണ്ട്. ദൈവത്തിൽ പൂർണ്ണമായിട്ട് പ്രത്യാശ അർപ്പിക്കാം. ഈ ഭൂമിയിൽ ഏറ്റവും അധികം പ്രത്യാശയുള്ള മനുഷ്യനാണ് ജീവിക്കുക. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.